നാട് ഒരിക്കൽ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളിൽ അമരുമ്പോൾ നിർദ്ദിഷ്ട വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് എന്ന സ്വപ്നം മനസ്സിൽ താലോലിക്കുകയാണ് മലയോര മേഖലയിലെ ജനങ്ങൾ. വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് അനുവദിച്ചുകൊണ്ട് 30 വർഷം മുൻപ് പ്രഖ്യാപനമുണ്ടായിട്ടും വിവിധ കാരണങ്ങളാൽ അത് നടപ്പാകാതെ പോയതിന്റെ നിരാശ ഇപ്പോഴും മേഖലയിലെ ജനങ്ങൾക്കുണ്ട്. മറ്റത്തൂർ പഞ്ചായത്ത് വിഭജിച്ച് വെള്ളിക്കുളങ്ങര ആസ്ഥാനമായി പുതിയ ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ആവശ്യം 3 പതിറ്റാണ്ട് മുൻപേ ഉയർന്നതാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വരുന്നതിന് മുന്നോടിയായി മറ്റത്തൂർ ഉൾപ്പെടെയുള്ള വലിയ പഞ്ചായത്തുകൾ വിഭജിച്ച് 1994 ഓഗസ്റ്റിൽ സർക്കാർ പ്രഖ്യാപനമുണ്ടായി. ആ വർഷം ഓഗസ്റ്റ് 16 ഇതു സംബന്ധിച്ച് ഗസറ്റ് വിജ്ഞാപനവും ഇറങ്ങിയിരുന്നു. ചില പഞ്ചായത്തുകൾ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് വിഭജന നടപടികൾ സ്റ്റേ ചെയ്തതോടെ വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് വീണ്ടും വിദൂര സ്വപ്നമായി. പിന്നീട് അധികാരത്തിൽ വന്ന മറ്റത്തൂർ പഞ്ചായത്ത് ഭരണസമിതികൾ പ്രമേയത്തിലൂടെ സർക്കാരിനോട് പഞ്ചായത്ത് വിഭജനം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അനുകൂല നടപടികൾ ഉണ്ടായില്ല. കർമ്മസമിതി രൂപീകരിച്ച് നാട്ടുകാർ നിരവധി സമരപരിപാടികൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. 40,000-ലധികം ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തുകൾ വിഭജിക്കണമെന്ന് 2014 UDF ഉപസമിതി ശുപാർശ ചെയ്തതോടെ വെള്ളിക്കുളങ്ങരയിലെ മലയോര ജനതയ്ക്ക് വീണ്ടും പ്രതീക്ഷയായി. മറ്റത്തൂർ പഞ്ചായത്തിലെ ജനസംഖ്യ 40,000-ലധികമായതിനാൽ 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി വിഭജനം ഉണ്ടാകുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. എന്നാൽ സർക്കാർ തലത്തിൽ അനുകൂല നിലപാടുകൾ ഉണ്ടാകാതിരുന്നതിനാൽ വെള്ളിക്കുളങ്ങര പഞ്ചായത്ത് വീണ്ടും വിദൂര സ്വപ്നമായി മാറി. TCV ന്യൂസ്, കൊടകര.